സ്വാഗതം. സയന റിലേഷൻഷിപ്പ് കാർഡ് റീഡിങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം. താങ്കൾ റിലേഷൻഷിപ്പായിട്ട് ബന്ധപ്പെട്ട ഒരു തീരുമാനം എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ ഈ റീഡിംഗ് കേട്ടതിന് ശേഷം എടുക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പേര് പ്രദീപ് ഹരിഹരൻ, ഞാനൊരു ടാരോ അധ്യാപകനാണ്. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് എന്താണ് കറണ്ട് സിറ്റുവേഷൻ എന്നുള്ളതാണ്. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് എന്താണ് ചലഞ്ച്. 3 ഏത് ഡയറക്ഷനിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 4 ഏത് ഫേസിലൂടെയാണ് താങ്കൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാർഡുകൾ താങ്കൾക്ക് വ്യക്തത നൽകും. എന്താണ് കറണ്ട് സിറ്റുവേഷൻ നമ്മൾ ചോദിച്ചാൽ നമുക്ക് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് കിങ് ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ്. കിങ് ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകാരികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ളപ്പോഴും പുറത്ത് സന്തുലിതാവസ്ഥയിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കണ്ടറിയാൻ പറ്റും. കടലെന്ന് പറയുന്നത് ആടി ഉലയുന്നൊരു കടലാണ്. അതിൻ്റെ നടുക്കാണ് ഇദ്ദേഹം ഇരിക്കുന്നത്. അപ്പോൾ പുറമെ കാണുമ്പോൾ വളരെ സന്തുലിതമായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് തോന്നും കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ളത്. പക്ഷേ ഇയാളുടെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നുള്ളതാണ്. അപ്പോൾ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് വികാരപരമായിട്ട് ഒരു കൺട്രോളുള്ള ഒരു ഇതിലാണ് താങ്കൾ നിൽക്കുന്നതാണ് പറയുന്നത്. എന്താണ് ചലഞ്ച്? ഇപ്പോൾ നമ്മൾ നേരിടുന്ന ചലഞ്ച് ഏത് സിറ്റുവേഷൻ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് 7 ഓഫ് സോർട്സ് എന്ന് പറയുന്ന ഒരു കാർഡാണ്. 7 ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡ് പൊതുവെ ഒരു ചതിയുടെ കാർഡാണ്. അതായത് ഇവിടെ നമുക്ക് കണ്ടറിയാൻ പറ്റും, ഒരു വ്യക്തി ഈ പക്ഷികളുടെ ഇത് എടുത്തുകൊണ്ട് പോവുകയാണ്, തൂവലെടുത്തുകൊണ്ട് പോവുകയാണ്. കണ്ടില്ല, മോഷിച്ചുകൊണ്ട് പോകുന്നൊരു കാർഡാണ്. കത്തിയുണ്ട്. അതായത് നമ്മുടെ ചലഞ്ച് എന്ന് പറയുന്നത് നമുക്ക് എവിടെ നിന്നാണ് ചതി വരുന്നതെന്ന് അറിയില്ല എന്നുള്ളതാണ്. പൊതുവെ കാർഡ് വരുമ്പോൾ അപ്രതീക്ഷിതമായി നമ്മൾ ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നൊരു കാർഡാണ്. അപ്പോൾ ഇതാണ് നമ്മൾ നേരിടുന്ന ചലഞ്ച്. അപ്പോൾ ഈ ഒരു ചലഞ്ച് സിറ്റുവേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്, മനസ്സിലാക്കണം. എവിടേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്, ഏത് ഡയറക്ഷനിലേക്കാണ് പോകുന്നത് ചോദിച്ചപ്പോൾ നമുക്കത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന ഒരു കാർഡാണ്. അതും ഒരു യാത്രയുടെ കാർഡാണ്. ഒരുപാട് കോയിൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് ധനത്തിൽ ഒരു ഫോക്കസ്. അതായത് തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് താങ്കൾ ആലോചിക്കുന്ന വ്യക്തിയാണെങ്കിലും അദ്ദേഹം ഒരു മണി അല്ലെങ്കിൽ ധനം, ചിലപ്പോൾ അത് ബിസിനസ് ആവാം, ആ ഒരു ആംഗിളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഫിനാൻഷ്യൽ ഇതിൽ മാത്രമേ അയാൾക്ക് നോട്ടമുള്ളൂ, വേറെ ഒരു കാര്യത്തിലുമില്ല. മെറ്റീരിയലായിട്ടുള്ള ഇതിൽ മാത്രമേ ഉള്ളൂ. അവിടെ വികാരങ്ങളില്ല, മറ്റൊന്നും അവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. ഏത് ഫേസിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അറിയണം. ഈ ഫേസ് നമുക്ക് നല്ലതാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് കാര്യങ്ങൾ ഇതാക്കും. നമ്മൾ ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുന്ന ഒരു ഫേസിലൂടെയാണ് കടന്നു പോകുന്നത്. ഹൈ പ്രീസ്റ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യാത്മകത എന്ന് പറയുന്നതാണ്. അതായത് നമുക്ക് പുറമെ കാണുന്ന പോലെയല്ല ഉള്ളിലുള്ളത്. അപ്പോൾ പലപ്പോഴും വല്ലാത്തൊരു രഹസ്യാത്മകതയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പുറമെ കാണുന്നല്ല. പ്രത്യേകിച്ച് ഈ ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുന്ന കാർഡും ഈ 7 ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡും ചേർന്ന് വരുമ്പോൾ താങ്കളുടെ സിറ്റുവേഷൻ ഇപ്പോൾ അനുകൂലമല്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനം ഇപ്പോൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിനനുകൂലമായിട്ടതല്ല, ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് മതി. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ താങ്കൾ ആ തീരുമാനത്തിൽ തന്നെ ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരുപാട് രഹസ്യാത്മകതയുണ്ട്, പുറത്ത് കാണുന്നല്ല. മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരുപാട് ഫിനാൻഷ്യൽ ബേർഡൻ നമുക്കും ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തെങ്കിലും തീരുമാനം റിലേഷൻഷിപ്പായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ്. ഇമോഷണൽ ബാലൻസ്ഡ് എന്നാണ് ഇപ്പോൾ പറയുന്ന കാർഡുകൾ. അപ്പോൾ ഐ വിഷ് യു വെരി ഗുഡ് നൈറ്റ് ഡിയർ. ഇനി താങ്കൾ ആലോചിച്ച് ചെയ്യൂ. നമുക്ക് 1-2 ദിവസം കഴിഞ്ഞിട്ട് കാണാം. താങ്ക് യു.